നിങ്ങളിൽ കുറച്ചധികം പേർക്ക് ഇന്റർവ്യൂ ചെയ്യുന്ന ഷാലു അല്ലെങ്കിൽ സുഹൈലയെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസം സുഹൈല അവളുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാലു എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ഞാൻ ഷാലുവിനെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ച് സംസാരിക്കുകയും ചെയ്തതാണ്. അവൾ കാസർഗോഡ് ഒരു പ്രോപ്പർട്ടിയിൽ അവിടെ ഒരു കൊളാബറേഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ അവൾക്ക് വളരെ മോശപ്പെട്ട, അതായത് ഒരിക്കലും ഒരു പെൺകുട്ടിക്കും ഉണ്ടാകാൻ പാടില്ലാത്ത രാത്രി സമയത്ത്, രാത്രി ഏതാണ്ട് 1 മണിയായപ്പോഴത്തേക്കും 2 അലവലാദികൾ ആ റിസോർട്ടിലേക്ക് അവളുടെ മുറിയിലേക്ക് കടന്നു വരികയും ഇവളുടെ അനുവാദം പോലും ഇല്ലാണ്ട് അവിടേക്ക് വരികയും ഇവളുടെ ഫ്രണ്ട്സ് ആണെന്ന് വ്യാജേനയാണ് വന്നത്. എന്നിട്ട് ഇവളുടെ കഥകിൽ ഏതാണ്ട് 1/4 മണിക്കൂർ കൊട്ടിക്കൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് ഇവളെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചു. ആ റിസോർട്ടിൻ്റെ ഓണർ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ഒരു ലേഡിയാണ്. അവരാണ് ഈ വന്നവന്മാർക്ക് ഇവളുടെ നമ്പർ ഉൾപ്പെടെ കൊടുത്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മൾ കുടുംബമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികളുടെ പോയി താമസിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ഇതേപോലെ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവള് പോയത് കാസർഗോഡാണ്, പക്ഷെ അത് താമസിക്കുന്നത് കൊച്ചിയിലാണ്. അപ്പോൾ നമുക്കൊരു പരിചയമില്ലാത്ത ദൂരെ ഏതൊരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും ഇതേപോലെ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. ഞാൻ ഏറ്റവും ആദ്യം ആ വീഡിയോ പ്ലേ ചെയ്യാവേ. ആ വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുന്നേ തന്നെ ബേക്കൽ ഹോം സ്റ്റേ എന്ന് പറയുന്നവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ അവിടെ വെക്കുന്നുണ്ട്. അധികം ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് കാര്യങ്ങളൊന്നും ഇവന്മാർക്കില്ല. ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും സമാനമായ രീതിയിൽ ഷാലുവിന് അനുഭവം ഉണ്ടായ പോലെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ അതൊന്ന് കമന്റ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഒരു മെസ്സേജ് എങ്കിലും ചെയ്യണം. കാരണം ഇവന്മാർ മറ്റേതെങ്കിലും പെൺകുട്ടിയോടും ഇതേ രീതിയിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയണം. ഞാൻ ഏറ്റവും ആദ്യം ഷാലുവിൻ്റെ ആ വീഡിയോ ഒന്ന് പങ്കുവെക്കാം. ആദ്യമേ ഞാൻ മെന്റലിയും ഫിസിക്കലും ഒട്ടും ഓക്കെ അല്ല. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ എൻ്റെ ഒരവസ്ഥ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത് എന്നുള്ള ഒരൊറ്റ കൺസേണിലാണ് ഞാൻ ഇന്നലെ ബേക്കൽ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടി, പാലക്കുന്ന് കാസർഗോഡുള്ള പ്രോപ്പർട്ടിയിൽ കൊളാബറേഷൻ പേർപ്പസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 12:45 സമയത്ത് എനിക്ക് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് കോൾ വരുന്നു. അപ്പൊ എന്നെ ആ സമയത്ത് അങ്ങനെ ആരും വിളിക്കാനോ കാര്യങ്ങളോ ഇല്ല. ഒരു വട്ടം വന്നപ്പം ഞാനത് കട്ടാക്കി വിട്ടു. അങ്ങനെ ഒരു 6-7 വട്ടം വന്നു. അപ്പൊ ഞാൻ ബ്ലോക്ക് ആക്കി. കാരണം എന്തായാലും ആ നേരത്തെ തന്നെ വിളിക്കാൻ ആരുമില്ല, ഈ നമ്പർ എനിക്ക് പരിചയമില്ല. കിടന്ന ഒരു 2 മിനിറ്റ് ആയില്ല, ആരും എൻ്റെ റൂമിന്റെ ഡോറ് ഭയങ്കരമായിട്ട് ശക്തമായിട്ട് കിടന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു ആരതെന്ന് ചോദിച്ചപ്പം ഡോറ് തുറക്കടി, ഇറങ്ങി വാടി, ആ രീതിയിലൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതി ഷൗട്ട് ചെയ്ത് ഡോറ് തല്ലിപ്പൊളിക്കാവുന്ന രീതിയിൽ അവിടുന്ന് സംസാരം. അപ്പൊ ഞാൻ പറഞ്ഞു ആരാണെങ്കിലും എന്താണെങ്കിലും ഞാൻ പോലീസിനെ വിളിക്കും, നീ വിളിക്കടി, ഞാനാടി പോലീസിന് തുറക്കടി എന്നൊക്കെ പറഞ്ഞു വളരെ മോശമായ കുറെ അസഭ്യ വാക്കുകളൊക്കെ പറഞ്ഞു. ഓക്കെ, ഈ വന്ന 2 അവന്മാര് ഞാൻ ഷാലുവിനേക്ക് ചോദിച്ചിരുന്നു. അപ്പോൾ അവള് പറഞ്ഞത് ഈ 2 അവന്മാര് കാസർഗോഡ് ഭാഗത്തിനുള്ള ഒരുത്തൊരു ഡ്രൈവറാണ്, പേരെടുത്തിന് എന്തൊക്കെയോ പണി ചെയ്യുന്നതിനാണ്. ഇവന്മാർക്ക് ഈ റിസോർട്ടിൽ വന്ന് സ്റ്റേ ചെയ്യേണ്ട ഒരാവശ്യമില്ല. അവന്മാർക്ക് ആ റിസോർട്ടിൽ വന്ന് അവന്മാരുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഈ റിസോർട്ടും. അപ്പോൾ അവന്മാർ കൃത്യമായിട്ട് ഷാലുവിനെ എയിം ചെയ്ത് അവിടെയൊക്കെ വന്നതാണ്. അപ്പോൾ ഷാലു അവിടെ ഉണ്ടെന്ന് എന്തായാലും ആരെങ്കിലും പറഞ്ഞാൽ അറിയത്തുള്ളൂ. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ ഓണർ അവൻ പറഞ്ഞിട്ട് തന്നെയാണ് ഷാലു അവിടെ ഉള്ള കാര്യം അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് അവൻ്റെ സ്ഥിരം പണിയായിരിക്കണം. വീഡിയോ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഷാലു തന്നെ പറയുന്നുണ്ട് ഇതിൻ്റെ ഓണർ വളരെ മോശമായിട്ടാണ് ഷാലുവിൻ്റെ അടുത്ത് സംസാരിച്ചത്. ഒരു പേടിയില്ലാണ്ട്, അല്ലെങ്കിൽ ഇത്രയും മോശപ്പെട്ട അനുഭവം അവിടെ താമസിച്ച, അല്ലെങ്കിൽ അവിടെ ഇവന്മാർ വർക്കിന് വിളിച്ച്, ഈ ഓണർ ഉൾപ്പെടെയുള്ള ആൾക്കാർ വർക്കിന് വിളിച്ചിട്ട് അവിടെ വന്നൊരു പെൺകുട്ടി, ഒരു ലേഡി, അവർക്ക് ഇത്രയും മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ട് കൂടി വളരെ മോശം രീതിയിലാണ് അവർ ഷാലുവിൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പോൾ അവന്മാർ തന്നെ ഈ പ്രോപ്പർട്ടിയുടെ ഓണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു തെമ്മാടിത്തരമാണിത്. ഒരു പെണ്ണൊറ്റക്കാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവളുടെ മുറിയിലേക്ക് കണ്ട 2 അലവലാദികളൊന്നും കയറ്റി വിട്ടതാണ്. അവന്മാരാണെന്നുണ്ടെങ്കിൽ കുടിച്ചു കൂത്താടിയിട്ട് ഷാലുവിൻ്റെ ഫ്രണ്ട്സ് ആണെന്ന് റിസപ്ഷനിൽ പറഞ്ഞിട്ട് അവളുടെ ആ റിസപ്ഷനിൽ ഇടുന്ന വേറൊരു പെണ്ണ് അവൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് ചെയ്തേക്കുന്നത്. ഇവരെല്ലാത്തിനെയും പൂട്ടണം. ഈ കാസർഗോഡ് ഭാഗത്തെ ഇതേപോലെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ സാധാരണ അവന്മാർ ഇങ്ങനെ കോംപ്രമൈസ് ചെയ്ത് കേസൊന്നും എടുക്കാണ്ട് തേച്ച് മായ്ച്ച് കളയാറാണ് പതിവെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇതങ്ങനെ വരാൻ പാടില്ല. നിയമത്തിൻ്റെ മുന്നിൽ ആ 2 അലവലാദികളെ കൊണ്ടുവരണം. അത് മാത്രമല്ല ഇവന്മാരുടെ പിന്നിൽ ആരൊക്കെയാണ് സപ്പോർട്ടിന് ഉള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റുകയും വേണം. ബാക്കി കേൾക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ വെളുപ്പിന് 1 മണിക്ക് എന്തിനാണ് എന്റെ റൂമിന്റെ മുമ്പിൽ വന്ന് മുട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഡോറ് തല്ലിപ്പൊളിക്കാനാണ് അവർ നോക്കുന്നത്. ആ ഡോറ് എങ്ങാനും പൊളിഞ്ഞിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താവും എനിക്ക് ഇപ്പോഴും ഊഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇപ്പോഴും അത് ആലോചിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഒരാൾ കൊല്ലാൻ വന്നാൽ അത് പ്രശ്നമല്ല, പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു ലേഡിക്ക് ഉണ്ടാവരുത് ഞാൻ പറയും. ആ സമയത്ത് ഒരു മാനസികാവസ്ഥ, എന്ത് സംഭവിക്കും, എന്ത് പറ്റുമെന്നറിയാതെ ഞാൻ ഡോറ് ശക്തമായിട്ട് അവിടെ പിടിച്ചു നിന്നു. കാരണം ഡോറെങ്ങാനും പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാന്ന് എനിക്കറിയില്ല.
ഇവര് ഒന്നോ രണ്ടോ വട്ടം മുട്ടിയിട്ട് പോയിരുന്നെങ്കിൽ ഞാൻ അത് മൈൻഡ് ആക്കില്ലായിരുന്നു. കാരണം പ്രോപ്പർട്ടിയുടെ പേര് ഞാൻ വിളിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, 2 വട്ടം മുട്ടി കുടിച്ചിട്ട് ബോധമല്ലാതെ പോയി എന്ന് വിചാരിച്ചു. പക്ഷെ ഇവര് 1/4 മണിക്കൂറോളം വളരെ ശക്തിയായിട്ട് മുട്ടിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ റിസപ്ഷനിൽ വിളിച്ചു. റിസപ്ഷനിൽ വിളിച്ച സമയത്താണെങ്കിലും അവര് കൂളായിട്ട് മാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെന്നാണ് പറഞ്ഞത്, അങ്ങനെ ഇങ്ങനെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഫ്രണ്ട്സ് ആണെന്നാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു പ്രോപ്പർട്ടിയിൽ താമസിക്കാൻ വേണ്ടി പോവാ, അവിടെ നമ്മൾ താമസിക്കുമ്പോൾ നമ്മുടെ അനുവാദം ഇല്ലാണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് ഏതെങ്കിലും അലവലാതിൽ വന്നു കഴിഞ്ഞാൽ ആ റിസപ്ഷനിസ്റ്റ് നമ്മുടെ നമ്പർ അങ്ങ് കൊടുത്തേക്കുവാണ് ചെയ്യേണ്ടത്. പക്ഷെ ആലും എന്തായാലും സോഷ്യൽ മീഡിയയിൽ നടന്നിരിക്കുന്ന ഒരാളാണല്ലേ, അവൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ഫെയിമിനെ അല്ലെങ്കിൽ ഷാലു എന്ന് പറയുന്ന ആൾ 10 ആൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് ഈ റിസപ്ഷനിസ്റ്റ് അറിയാം. അപ്പോൾ അവൻ എന്തിനാണ് ഈ വന്നവന്മാർക്ക് നമ്പർ കൊടുക്കാൻ വേണ്ടി പോകുന്നത്? ഫ്രണ്ട്സ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് നേരെ നമ്പർ കൊടുക്കുവാണോ? ഇനിയിപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്പർ കാണില്ലേ കയ്യിൽ? ഈ രാത്രി 1 മണിക്ക് 2 മണിക്കുവാണോ ഒരു പെണ്ണ് താമസിക്കുന്ന സ്ഥലത്തേക്ക് രണ്ടാമന്മാർ കയറി വരേണ്ടത്? അപ്പോൾ ഈ റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള ആ ലേഡിക്ക് ഇത് കൃത്യമായിട്ട് അറിയാം, അവളും ഇതിന്റെ ഭാഗമാണ്. ഈ ഓണറിന് ആ ഉടായ്പിന് ഇത് നന്നായിട്ട് അറിയാം. യുവമാരെല്ലാം കൂടെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ് ആ പെണ്ണിനെ ഉപദ്രവിക്കാനായിട്ട് തന്നെ. അവൾക്കാണെന്നുണ്ടെങ്കിൽ പീരീഡ്സ് ആയിട്ട് ഞാൻ ഷാലുവിനെ വിളിക്കുന്ന സമയത്ത് അവൾ ഭയങ്കര മെന്റലി ഡൗൺ ആണ്. ഞാൻ പറഞ്ഞു വേണ്ടി നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാം. ഇപ്പോൾ ഷാലു ഇപ്പോൾ ഞാനാണെങ്കിലും സായി ആണെങ്കിലും അൽത്താഫ് ഞങ്ങളൊക്കെ ഷാലുവിൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ആരാണെങ്കിലും ഉറപ്പായിട്ട് നിൻ്റെ കൂടെ കാസർഗോഡ് വേണമെങ്കിലും വരാം, എന്താവശ്യം ഉണ്ടെങ്കിലും നീ പറഞ്ഞു, ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ വിളിക്കുന്ന സമയത്ത് അവൾ ആഹാരം പോലും കഴിക്കുന്നില്ല. അവളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അവിടെ ഉണ്ടായിരുന്ന ആ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഈ രാത്രി 2 അവന്മാർ അവളുടെ മുറിയിലേക്ക് ആക്രമിക്കാനായിട്ട് വരുന്ന സമയത്ത് ആ ഡോർ എങ്ങാനും ഓപ്പൺ ചെയ്ത് പോയിരുന്നെങ്കിൽ അവളുടെ അവസ്ഥ പിന്നീട് എന്താണ്? ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ അവിടെ നിൽക്കുന്നവന്മാർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഥകിൽ കുട്ടി തുറക്കടി എന്ന് പറഞ്ഞ് വളരെ വൃത്തികെട്ട രീതിയിൽ അവളുടെ യൂട്യൂബ് ചാനൽ വഴി അവൾ എന്തായാലും അതിന്റെ വീഡിയോസും വോയിസും ഒക്കെ പുറത്തു വിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള തെളിവ് ഷാലുവിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതെന്തായാലും ശരി, ഇതിന്റെ പിന്നിലുണ്ടായിരുന്ന എല്ലാത്തിനെയും പിടികൂടണം, നല്ല പെടക്കയും വേണം. ബാക്കി ആ റിസപ്ഷനിലുള്ളവര് കാര്യമായിട്ട് എടുത്തേയില്ല. അവസാനം ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. പോലീസുകാർ കറക്റ്റ് ടൈമിന് തന്നെ വന്നതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഇതായി. അങ്ങനെ ഞാൻ ഓണറിന് ആ സമയത്ത് വിളിച്ചപ്പോൾ ഓണർ എടുത്തില്ല. എത്രയോ തവണ ഞാൻ വിളിച്ചു. ലാസ്റ്റ് ഇത് പ്രശ്നമായെന്ന് കണ്ടപ്പം ഓണർ എടുത്തു. എനിക്ക് തോന്നുന്നു ഓണറിന്റെ സംസാരത്തിൽ എനിക്ക് തോന്നുന്നത് ഓണറാണ് ഇതിന് മുമ്പിൽ നിൽക്കുന്നതെന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്ന പരിപാടി അയാൾക്ക് ഉണ്ടാവും. കാരണം അയാള് സാധാരണ ഒരു ഗസ്റ്റിന് ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഗസ്റ്റിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കേണ്ടത്. പക്ഷെ അയാൾ അങ്ങനെയല്ല സംസാരിക്കുന്നത്. അയാൾ എന്നോട് വേറൊരു രീതിയിലാണ് സംസാരിക്കുന്നത്. അത് മാത്രമല്ല, അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു. ആ ലേഡി പിന്നെ വളരെ സസ്പീഷ്യസ് ആയിട്ട് ഭയങ്കര ടെൻസ്ഡ് ആയിട്ടൊക്കെയാണ് നിന്നത്. ലാസ്റ്റ് അവർ പറഞ്ഞു അവരാണ് എന്റെ നമ്പർ ഇവർക്ക് കൊടുത്തത്. ഫ്രണ്ട് ആണെന്ന് പറഞ്ഞപ്പം അവരാണ് നമ്പർ കൊടുത്തത്. അതിൽ കൂടെയുള്ള ഒരാളുടെ ഫോൺ കളഞ്ഞുപോയി. അങ്ങനത്തെ രീതിയിലൊക്കെയുള്ള വർത്താനം. കാരണം പരസ്പര ബന്ധമില്ലാതെയാണ് സ്റ്റാഫും അതിന്റെ മുതലാളി സംസാരിക്കുന്നത്. ഷാലു പറയുമ്പോൾ തന്നെ നീ ഊഹിക്കാം, അവിടെയുള്ള സ്റ്റാഫ് ആയിക്കോട്ടെ ഓണർ ആയിക്കോട്ടെ ഇവരെല്ലാവരും കൂടെ കണക്റ്റഡ് ആണ്. സ്റ്റാഫ്, ഓണർ, ഇവിടെ വന്നവന്മാർ, ഇവർ എല്ലാം കൂടെ പ്ലാൻ ചെയ്ത് അവിടെ ഷാലുവിനെ വിളിച്ചു വരുത്തിയിട്ട് അല്ലെങ്കിൽ ഷാലു അവിടെ വന്നു പറഞ്ഞപ്പോഴത്തേക്ക് അവന്മാർ ഇപ്പോൾ ഷാലു തന്നെ പറയുന്നുണ്ട് ഇതിന്റെ ഓണർ ആയിട്ടുള്ളവൻ അവളുടെ അടുത്ത് വളരെ മോശമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവന്റെ സ്ഥിരം പണിയായത്. അവന് ഷാലു പറയാൻ പഠിച്ചൊരു വാക്ക് ഞാൻ പറയാം, അവൻ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന ഒരുത്തനായിരിക്കാം. അവന്റെ പണി അതായിരിക്കാം. ഈ റിസോർട്ടിന്റെ മറവിൽ പിമ്പിങ് ആയിരിക്കും അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അതിൽ നിന്നായിരിക്കും അവൻ 10 കാശ് ഉണ്ടാക്കുന്നത്. അത് നാട്ടിലുള്ള അല്ലെങ്കിൽ മറ്റു പെണ്ണുങ്ങളുടെ അടുത്തും അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാതെ നീ അത് കാണിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ എനിക്ക് നിന്നെ അറിയില്ല, നിന്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല, മേ ബി നാളെ നീ പുറത്തു വരും, നാളെ നിന്റെ മുഖവും നിന്റെ ഡീറ്റെയിൽസ് എല്ലാം പുറത്തു വരും. നിന്നോട് പറയുകയാണ് നീ കാണിക്കുന്ന തെമ്പാടിത്തരം എന്തായാലും വിളിച്ചത് കൊണ്ടുവരും, നിന്നെ വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ട. ഇതിന് കൂട്ടുനിന്ന ഏതവനാണെങ്കിലും ഇപ്പോൾ ആ 2 എണ്ണത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജാമ്യമില്ലാത്ത വകുപ്പായിരിക്കും എന്തായാലും. അതുകൊണ്ട് തീർച്ചയായിട്ടും നേരെ റിമാൻഡിൽ പോയി അകത്ത് കിടക്കുകയും ചെയ്യും. നീയൊക്കെ സത്യം പറയണം, അല്ലാന്നുണ്ടെങ്കിൽ പറയിപ്പിക്കും, ഉറപ്പായിട്ടും പറയിപ്പിക്കും. ഇത് വെറുതെ വിടുന്നൊരു പരിപാടിയായിട്ട്. കാരണം നിന്നെ ഇപ്പോൾ വെറുതെ വിട്ടാൽ, നിങ്ങളെയൊക്കെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ നാളെ നമ്മുടെ കേരള സമൂഹത്തിൽ അല്ലെങ്കിൽ നമുക്കിടയിൽ തന്നെ ഒരുപാട് പെൺകുട്ടികൾക്ക് ഈ അവസ്ഥ ഇനിയും ഉണ്ടാവും. അതുണ്ടാവാൻ പാടില്ല. കരുതിക്കൂട്ടി ചെയ്തൊരു കാര്യമാണ്. കാരണം ഷാലു അവിടെ താമസിക്കാൻ വരുന്ന സമയത്ത് അവളുടെ നമ്പർ കൊടുക്കുക, അവളുടെ റൂം നമ്പർ പറഞ്ഞു കൊടുത്താൽ, കാരണം ഈ വരുന്നവന്മാർക്ക് എങ്ങനെ അറിയാം ഷാലു അവിടെ ഉണ്ടെന്നുള്ള കാര്യം? കൃത്യമായിട്ട് അവളുടെ റൂമിലേക്ക് എത്തി കഥ തുറന്ന് കിടന്ന കഥ പോലുമല്ല. അവൾ ആ വീഡിയോ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അവൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അവൾക്ക് വയ്യാത്തതുകൊണ്ട് അവൾ പുറത്തേക്ക് പോലും ഇറങ്ങിയിട്ടില്ല. അവൾ ഒറ്റക്കായതുകൊണ്ട് ഇറങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ ഇവളുടെ ഈ റൂം നമ്പർ പറഞ്ഞു കൊടുത്ത് അവിടേക്ക് പറഞ്ഞു വിട്ടത് ആരാണ്? എന്തിനങ്ങനെ ചെയ്തു? അവിടെ തന്നെ ആ ഏരിയയിൽ തന്നെ താമസിക്കുന്ന ഒരു ഡ്രൈവറും വേറൊരുത്തരും കൂടി എന്തിനവിടേക്ക് വന്നു? ആ റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള ലേഡി എന്തിന് നമ്പർ കൊടുത്തു? ഇതിനെല്ലാത്തിനും ഉത്തരം കിട്ടണം. ഉത്തരം പറയിപ്പിക്കുകയും ചെയ്യും. വെറുതെ വിടുമെന്ന് ഒറ്റെണ്ണം വിചാരിക്കരുത്. നിൻ്റെയൊക്കെ പ്രോപ്പർട്ടി അടച്ചുപൂട്ടി സീല് വെപ്പിച്ചിട്ട് തന്നെ ബാക്കി കാര്യം ഉണ്ടാവുള്ളൂ.
കാരണം നീയൊക്കെ അവിടെ നടത്തുന്നത് റിസോർട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ടൂറിസോ ഒന്നും അല്ല. ഈ പെൺവാണിഭത്തിന് വേണ്ടിയിട്ടല്ല ഒരു സ്ഥലം തുറന്നു വെക്കേണ്ടത്, അതിന് വേറെ എന്തെങ്കിലും സ്ഥലത്ത് പോയി ചെയ്തോണം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഷാലു അവളുടെ യൂട്യൂബ് ചാനൽ വഴി ഇൻസ്റ്റാഗ്രാം വഴി അടുത്ത ദിവസങ്ങളിൽ പുറത്ത് വിടും, നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ ഇവന്മാരെ നമുക്ക് എന്തായാലും പൂട്ടി കെട്ടാനായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും, പ്രത്യേകിച്ച് കാസർഗോഡ് ഭാഗത്തുള്ള ആർക്കെങ്കിലും ഈ പ്രോപ്പർട്ടിയെ പറ്റിയോ അതിൻ്റെ ഓണറെ പറ്റിയോ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്കൊന്നെങ്കിൽ DM ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, ഷാലു സ്ട്രോങ് ആയിട്ടിരിക്കുക. എനിക്കും അവളോട് അതാ പറയാനുള്ളൂ, നീ സ്ട്രോങ് ആയിട്ടിരിക്കുക, നീ ഒറ്റക്കല്ല, നിന്റെ കൂടെ എന്തായാലും ഞങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടുണ്ടാവും.